ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 59. നമ്മുടെ 75 ഹാർഡ് ചലഞ്ച് മനോഹരമായി പോവുകയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയുകയാണ്. മാത്രമല്ല അതെങ്ങനെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെന്നുള്ളതും പലപ്പോഴും ഇത്തരം ഒരു ഹാർഡ് ചലഞ്ച് ഒക്കെ എടുക്കാനുണ്ടായ തീരുമാനത്തിന്റെ പിന്നിലെ ഒരു തോട്ട് ചിലപ്പോൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് മുമ്പ് ഞാൻ ജവഹർ ബാലജനവേദിന്റെ ഭാഗമായി പാലക്കാട് നടന്നൊരു സംസ്ഥാനതല ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു. അന്ന് അഹല്യ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പല ഭാഗത്തുനിന്ന് കുട്ടികളുണ്ട്. അന്ന് ഞങ്ങളുമായിട്ട് അന്നത്തെ പാലക്കാട് MLA യും ഇന്നത്തെ വടകര MP യുമായ ഷാഫി പറമ്പിലുമായിട്ട് ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു വളരെ പ്രസക്തമായ ഒരു ഭാഗം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഏറ്റവും വലിയ പരാജയങ്ങളൊന്ന് എന്ന് പറയുന്നതും നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംത്തെ കുറിച്ചാണ്. ഒരു പ്രോബ്ലംത്തെ കുറിച്ച് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഡിസ്കഷൻസ് എപ്പോഴും, നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ചിന്തകളും എപ്പോഴും സൊല്യൂഷനെ കുറിച്ചായിരിക്കണം എന്നുള്ളത് പുള്ളി എന്ന് പറയണ്ടായി. സത്യം ഇന്ന് ഈ ഹാർഡ് ചലഞ്ചൊക്കെ അത്തരം സൊല്യൂഷൻസ് തേടിയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും സംഭവിക്കുന്നതല്ല. ഞാനിപ്പോൾ ആരോടും സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ്. എൻ്റെ ഈ പ്രശ്നം, എൻ്റെ സാമ്പത്തികമായ പ്രശ്നം, എൻ്റെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ പലർക്കും എന്തെന്നില്ല, അതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു സർക്കിളിന് ചുറ്റും കറങ്ങി കിടക്കുക, ഒരു പോയിന്റിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലൂപ്പിലാണ്, പ്രോബ്ലംസിന്റെ ലൂപ്പിലാണ്. ആ പ്രോബ്ലംസിന്റെ ലൂപ്പിൽ നിന്ന് പുറത്ത് കടന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ നഷ്ടമാണ്. ഇപ്പൊ ഞാൻ പരിചയപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങളും ചെയ്യേണ്ടത്, ഞാനും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എവിടെയാണോ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നത്, അത്തരം സൊല്യൂഷനുകൾ കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇത്തരം ചലഞ്ചാണ്. എന്തെങ്കിലും ചലഞ്ച് അടുത്ത വർഷം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ചലഞ്ചാണ് 30 ഡേ പുഷപ്പ് ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 30 ഡേ റീഡിംഗ് ചലഞ്ച് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും 21 ഡേ ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 66 ഡേ ചലഞ്ച് ചെയ്യാം. അപ്പം എന്തെങ്കിലും ചലഞ്ചുകളുടെ ഭാഗമാവുക. ഓൾവേസ് ഡോണ്ട് ടോക്ക് അബൌട്ട് പ്രോബ്ലംസ്, ടോക്ക് അബൌട്ട് സൊല്യൂഷൻസ്. സീ യു ടുമോറോ. ബൈ.